ഇത് ഹർത്താലാന്നേ, ഞാൻ വീട്ടിലാന്നുള്ളേ. അപ്പോൾ ശ്രുതിൻ്റെ ഒരു ചെറിയൊരു പരിപാടി കേട്ടാ. എന്താ പറയുക, അവിടുത്തെ സാധനം ഇത് കേട്ടാ പൊട്ടി. എന്നിട്ട് ഞാൻ നിരപരാധിയായിട്ട് സെൻട്രൽ ആടെ ഇറങ്ങാണ്ടിരിക്കുമ്പേ ആടെ വന്നിട്ട് എടുത്ത് വയ്ക്കുക. ആരാ നിങ്ങൾ കുടിച്ച പാത്രം ആടെ പൊട്ടിച്ചേ? ഞാൻ പറയാം, മോളെ ഞാൻ പൊട്ടിച്ചേ. നിങ്ങളല്ലേ കുടിച്ചേ? നിങ്ങൾ കുടിച്ചിട്ട് ആടെ പാത്രം കഴിഞ്ഞിട്ട് വെച്ചല്ലേ? നിങ്ങൾ വെക്കുമ്പോൾ പൊട്ടിയായിരിക്കും. മറ്റേ ഇവളെ എന്നെ കുറച്ച് പേടിപ്പിക്കല്. എൻ്റെ വിചാരിച്ച് എടാ എൻ്റെ ഈ അടക്കല്ല സംശയം അത്. ഞാൻ ചിലപ്പോൾ വെക്കുമ്പം അമർന്ന് വെച്ചിട്ടുണ്ട്, കുറച്ച് ടൈൽസിൽ വെക്കുന്നല്ലേ, അമർത്തി വെച്ചോണ്ടായിരിക്കും പൊട്ടിയെന്ന് വിചാരിച്ച് ഞാൻ ശ്രുതിയോട് പറഞ്ഞു. ആണ് ഞാൻ മെല്ലെ വെച്ച് ഇനി ചില മക്കളെയും തന്നെ പൊട്ടി വയ്ക്കുന്നു. എന്തുകൊണ്ട് അന്നെ മക്കളെ ഇത് കിട്ടുമെന്നും പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞ് പോയേ. ഇപ്പോൾ ഉണ്ട് ഒരുത്തുണ്ട് പാത്രം ഇങ്ങനെ കൊണ്ടുവെക്കുന്നേ. എൻ്റെ അണ്ണൻ നോക്കിയിട്ട് ഒരു ചിരി. ഞാൻ വെച്ച് എന്നാണ് ചിരിക്കുന്നത്. എന്നിട്ട് പറയാ, ചോട്ടാ പാത്രം പൊടിച്ച് നിങ്ങളല്ല ഞാനത്. എന്നിട്ടോ നേരെ അണ്ട കഴുത്തില്. ഞാൻ പറഞ്ഞില്ല, ഞാനാകെ ഷോക്കഡായിപ്പോയി. എല്ലപ്പോ ഞാൻ അത്ര ശ്രദ്ധിച്ച് വെച്ച് പിന്നെ ഇങ്ങനെ പൊട്ടി നോക്കുമ്പോ ഇതാ കുറ്റം മറ്റുള്ളവരുടെ മേത്ത് അടിച്ചേൽപ്പിക്കുക എന്നെല്ലാം പറയുന്നത്. അവനവൻ ചെയ്ത കുറ്റം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക. ഇവളെ പേരിൽ ശരിക്കും കേസ് കൊടുക്കണ്ടേ? കള്ളക്കേസ് എൻ്റെ പേരിൽ. കള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് എനിക്ക് മാനനഷ്ടം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ കേസ്. എന്നിട്ടോ അമ്മ കണ്ടിട്ട് അമ്മയും പറയാ, ഓൻ്റെ ഇത് പൊട്ടിയതല്ലേ എന്ന് മറ്റേ അമ്മയും കേട്ടാ. സംഗതിയിലൊരു സീക്രട്ട് എന്നറിയോ, ഇവളായിരുന്നു പൊട്ടിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അമ്മ എന്തെങ്കിലും അമ്മക്കൊരു വിഷമാവും. ഓള് ശ്രദ്ധിച്ചിട്ടില്ലോ എന്നൊരു മനസ്സിൽ അമ്മ പുറത്തൊന്നും പറയില്ലേ, കലമ്പൊന്നുമില്ല. ഉള്ളിൽ അമ്മക്ക് ഉണ്ടാവും, ഓള് ശ്രദ്ധിക്കാണ്ട് വെച്ചിട്ടല്ലേ പൊട്ടിച്ചേന്നൊരു സാധനം. പ്രായമുള്ളവരല്ലേ, കുറച്ച് വിലയുള്ള സാധനം പൊട്ടുമ്പോൾ അമ്മ പഴയ ആളല്ല, അപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. ഇത് എൻ്റെ കഴുത്തിലിട്ട മോനല്ലേ പൊട്ടിച്ചേ, കുഴപ്പമില്ല എന്നുള്ള ലെവലിലാവുമല്ല. അതിനു വേണ്ടിയുള്ള അല്ലേ ഗൂഢനീക്കമല്ലേ ഇത്. എന്തായാലും ഉണ്ടല്ല, ശ്രുതി കള്ളത്തരം കാണിച്ചാലും തുറന്ന് പറയും. അങ്ങനെ ഒരു നല്ല സ്വഭാവമുണ്ട്. അധിക സമയം നമ്മളെ പറ്റിക്കൂല. പക്ഷെ ഞാനാണെങ്കിൽ കള്ളത്തരം കാണിച്ചാൽ പറയുകയില്ല. ഞാനങ്ങനെ അതെ, ഞാൻ അത് വിദഗ്ധമായെല്ലാം പറ്റിക്കും ശ്രുതി. അതിവിദഗ്ധമായിട്ട് വെച്ചാൽ ഒരു പിടുത്തം കിട്ടൂല. പക്ഷെങ്കിൽ ശ്രുതിയെല്ലാം വിശ്വസിക്കുക. പക്ഷെ ഞാനെല്ലാം കണ്ടുപിടിക്കും. ശ്രുതി ചിലതെല്ലാം കണ്ടുപിടിക്കലുണ്ട്, എന്നാലും മിക്കത് കണ്ടുപിടിക്കാത്ത ഒരുപാട് കേസുകൾ ഉണ്ടെങ്കിലും ഞാൻ അവസാനം പറയാറുണ്ട്. ഇല്ല ഒന്നുമില്ല, ഞാൻ എല്ലാം പറയലുണ്ട്. എടുക്കുക അനക്കും അധിക സമയം ശ്രുതി എടുക്കുക പറ്റിച്ചില്ല. ഇല്ലപ്പാ, ഞാൻ ശ്രുതിനെ അങ്ങനെ അധികം പറ്റിക്കുന്നു. എന്നാലും ഇതുപോലുള്ള കൊച്ചു കൊച്ചു തട്ടിപ്പുകൾ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇവക്ക് ഇത്ര അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്രാവശ്യം ശരിക്കും ഇവള് കള പറയുമ്പോൾ ഇവള് മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ കള പറയുമ്പോൾ ഇവർക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഞാൻ ഫുൾ റിയൽ ആയിട്ടാണ് കള പറയാ. ഇവക്ക് അങ്ങനെ ആ കഴിവില്ലേത് കേട്ടാ. ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ ഇവള് ആ അടവേതാണ്ട് പഠിച്ചിട്ടുണ്ട്, അഭിനയിക്കാൻ പഠിച്ചു കേട്ടാ. കാരണം റിയൽ ആയിട്ട് അണ്ടൊക്കെ വന്നിട്ട് ഇതെങ്ങനെ പൊട്ടി വെച്ചോട്ടെ, എന്താ ഒറിജിനാലിറ്റി. സാധാരണ എനിക്ക് ഇവളെ മുഖം കണ്ടപ്പിടിക്കൂ. ആദ്യം വളതിന്റെ തട്ടിപ്പോയത്. ഇന്നൊന്നുമില്ല. ഇന്നെന്നാ പറ്റിയേ? എന്റെ കഴിവുകൾ ഇനിയും ഒരുപാട് പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളതാ. അപ്പൊ ഹർത്താൽ ദിവസത്തെ ഇന്നത്തെ ചെറിയ കോമഡി എന്താ, നമ്മളെ കോപ്പ പൊട്ടിയിട്ടുള്ള കോമഡി. അപ്പൊ നിങ്ങളെ വീട്ടിൽ ഇതെല്ലാം പൊട്ടിക്കഴിഞ്ഞാല് ഭാര്യമാർക്ക് ഇത് പൊട്ടിക്കഴിഞ്ഞാല് അമ്മായിയമ്മമാർ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ട് ഭർത്താക്കന്മാർ ചുമലിൽ നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ഇടണം. ഇവളിത് ഇടക്കിടയ്ക്ക് ഇടലുണ്ട് കേട്ടോ. എന്നാലും ഇത്ര വിദഗ്ധമായിട്ട് തന്നെ ആദ്യമായിട്ട് ഇവള് പറ്റിച്ചത് ഇപ്പാട്ടാ. അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്തപ്പായിരിക്കും ഇതുപോലെ സമയം അല്ലേ. പൊട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയോട് പറയും അത് ബൈജോട്ടം പൊട്ടിച്ചായിരിക്കും. അപ്പൊ അതും മറ്റേ ഇവളെ നോട്ടിയാൽ ആ ബൈജോട്ടം എത്തിലിട്ടൊരു പോക്കുണ്ട്. ഞാൻ പിന്നെ അറിയുള്ളൂ. പക്ഷെ ഇത് സ്പോട്ടിൽ എന്റെ തലയിൽ വന്ന്. എന്നാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ശ്രുതിനെ പോലെ നിങ്ങൾ എന്തെങ്കിലും ഐറ്റംസ് എല്ലാം ആക്കുന്നുണ്ടെങ്കിൽ അല്ലേ ശ്രുതി. ശരി, പിന്നെ ഹർത്താൽ ദിവസം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം വീഡിയോ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാ പിന്നെ ശരി, എല്ലാവർക്കും ഓക്കെ. ഹർത്താൽ ആശംസകൾ. ബൈ.